നമസ്കാരം. ഇന്ത്യക്ക് മേൽ അന്യായമായി അമേരിക്ക ഏർപ്പെടുത്തിയ താരിഫ് ഏറ്റിട്ടില്ല. 25% തീരുവ, പിന്നെ 25% അധിക തീരുവ, ഇതൊന്നും ഇന്ത്യയുടെ വ്യാപാര കയറ്റുമതിയെ ബാധിച്ചിട്ടില്ല എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അതെ, ഇരട്ട തീരുവ തുടർന്നെങ്കിലും ഒക്ടോബറിനെ അപേക്ഷിച്ച് നവംബറിൽ യുഎസിലേക്കുള്ള ഇന്ത്യൻ കയറ്റുമതിയിൽ വൻ വർധന. ഒക്ടോബറിൽ 630 കോടിയുടെ ചരക്കാണ് കയറ്റി അയച്ചതെങ്കിൽ നവംബറിൽ ഇത് $698 കോടി ഉയർന്നു. ഏകദേശം 10% വർധന. കഴിഞ്ഞ വർഷം നവംബറുമായി താരതമ്യം ചെയ്യുമ്പോൾ 22.61% വർധനയുണ്ട്. തുടർച്ചയായി 2ാം മാസമാണ് യുഎസിലേക്കുള്ള കയറ്റുമതിയിൽ വർധന രേഖപ്പെടുത്തുന്നത്. കഴിഞ്ഞ മാസം 15% വർധന. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ താരിഫ് ഇന്ത്യക്ക് ഏറ്റിട്ടില്ല എന്നുള്ളതിന്റെ റിപ്പോർട്ടുകളാണ് ഇതെല്ലാം. ഇന്ത്യ അമേരിക്ക ബന്ധം നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്നതാണ്. പക്ഷെ ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായി അധികാരത്തിൽ എത്തിയതിനു ശേഷമാണ് അത് ആടി ഉലയാൻ തുടങ്ങിയത്. ട്രംപ് പ്രസിഡന്റായി അധികാരത്തിലെത്തിയുടൻ അന്യായമായിട്ടാണ് ഇന്ത്യക്ക് താരിഫ് ചുമത്തിയത്. ആദ്യം 25%, പിന്നെ 50%. ഇതോടുകൂടിയാണ് ഇന്ത്യ അമേരിക്ക ബന്ധത്തിൽ വിള്ളൽ വീണത്. എന്തായാലും ട്രംപിന്റെ താരിഫ് ഇന്ത്യക്ക് ഏറ്റിട്ടില്ല. സ്മാർട്ട് ഫോണുകൾ, ഫാർമ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ കയറ്റുമതിയിലും കുതിപ്പുണ്ട്. അധിക തീരുവ ബാധകമാകാതിരുന്ന ജൂലൈയിലെ $801 കോടി കയറ്റുമതിയാണ് ഇന്ത്യ നടത്തിയത്. അതിനുശേഷം ഓഗസ്റ്റ് മുതൽ ഇടിവ് നേരിട്ടിരുന്നു. ഈ വർഷത്തെ ഏറ്റവും കുറഞ്ഞ തോതിലുള്ള കയറ്റുമതിയായിരുന്നു സെപ്റ്റംബറിലേത്. ഓഗസ്റ്റ് 7-ന് ചുമത്തിയ 25% പകരം തീരുവയാണ് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഓഗസ്റ്റ് 27-ന് ഇരട്ടിയാക്കിയത്. ഇരട്ട തീരുവ ഭാഗമായി ചുമത്തപ്പെട്ട ഓഗസ്റ്റിൽ $686 കോടി ആയിരുന്നു യുഎസിലേക്കുള്ള ചരക്ക് കയറ്റുമതി. ഈ വർഷം ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ ഒഴികെയുള്ള മാസങ്ങളിൽ $790 കോടി കുറയാത്ത കയറ്റുമതി യുഎസിലേക്ക് നടന്നിരുന്നു. എന്തായാലും റിപ്പോർട്ടുകളിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്: ട്രംപിന്റെ ഉദ്ദേശം ഇന്ത്യയിൽ നടന്നിട്ടില്ല. താരിഫ് കൂട്ടി ഇന്ത്യക്ക് പണി തരാനായിരുന്നു ട്രംപ് നോക്കിയത്. എന്നാൽ ഇതേ താരിഫ് ട്രംപിനെ തന്നെയാണ് ബാധിച്ചിരിക്കുന്നത്. ട്രംപിന്റെ താരിഫ് അമേരിക്കയെ എങ്ങനെ ബാധിച്ചു എന്നുകൂടി അറിഞ്ഞോളൂ. ഡൊണാൾഡ് ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് എന്ന മുദ്രാവാക്യം ലോക സാമ്പത്തിക രംഗത്തേക്ക് എറിഞ്ഞ കല്ലുകളാണ് താരിഫുകൾ എന്ന് പറയേണ്ടി വരും. വിദേശ ഉൽപ്പന്നങ്ങൾക്ക് മേൽ ഭീമമായ നികുതി ചുമത്തി അമേരിക്കൻ വ്യവസായങ്ങളെ സംരക്ഷിക്കാനായി ട്രംപ് നടപ്പാക്കിയ ഈ നീക്കം വാസ്തവത്തിൽ ഒരു വ്യാപാര യുദ്ധത്തിന് തന്നെയാണ് തിരികൊളുത്തിയത്. സംരക്ഷണവാദത്തിന്റെ ഈ തത്വശാസ്ത്രം ലോകമെമ്പാടുമുള്ള വിതരണ ശൃംഖലയെ തകർക്കുകയും സാധാരണക്കാരുടെ ജീവിതത്തെ ദുരിതത്തിലാക്കുകയും ചെയ്തു. ട്രംപിന്റെ ഈ സംരക്ഷണ നയം ലോകത്തിനെ മൊത്തത്തിൽ ദോഷകരമായി ബാധിച്ചു. അമേരിക്കയിലേക്ക് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന കമ്പനികൾക്ക് ചെലവ് വർദ്ധിക്കുകയും ആ ഭാരം അവിടുത്തെ സാധാരണ ഉപഭോക്താക്കളുടെ തലയിൽ വിലക്കയറ്റമായി വീഴുകയും ചെയ്തു. കോസ്കോ പോലുള്ള വൻകിട അമേരിക്കൻ കമ്പനികൾ പോലും കോടിക്കണക്കിന് ഡോളർ റീഫണ്ട് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചു കഴിഞ്ഞു. ഈ നയം അമേരിക്കൻ ബിസിനസ്സുകളെ പോലും തകർക്കുന്നു എന്നതിന്റെ ശക്തമായ തെളിവാണ് കോസ്കോ പോലുള്ള കമ്പനികൾ കോടതിയെ സമീപിച്ചത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകാലം മുതൽ ഇന്ന് വരെ അമേരിക്കൻ പൗരന്മാരും ലോകമെമ്പാടുമുള്ള പ്രവാസികളും അദ്ദേഹത്തിന്റെ നയങ്ങളെ സംശയത്തോടു കൂടിയാണ് നോക്കി കണ്ടത്. കാരണം അദ്ദേഹത്തിന്റെ നയങ്ങൾ അത്തരത്തിലുള്ളവയായിരുന്നു. അമേരിക്ക പോലൊരു രാജ്യത്തിന്റെ പ്രസിഡന്റ് ആയിട്ടും അദ്ദേഹം പലപ്പോഴും പക്വതയില്ലാത്ത തീരുമാനങ്ങളാണ് എടുത്തത്. ലോകം മുഴുവൻ ഇതിനെ അതിശയത്തോടു കൂടി തന്നെയാണ് നോക്കി കണ്ടത്. തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ ലംഘിച്ചുകൊണ്ട് ട്രംപ് തന്റെ സ്വന്തം സാമ്പത്തിക നേട്ടങ്ങൾക്കും രാഷ്ട്രീയ ലാഭങ്ങൾക്കും വേണ്ടി രാജ്യത്തിന്റെ ആത്മാവിനെ തന്നെ ഒറ്റുകൊടുത്തു എന്ന് പലരും വിശ്വസിച്ചു. താരിഫുകളിലൂടെ സാധാരണ ഉപഭോക്താവിന്റെ കീശ ചോർത്തിയത്, H-1B വിസ നിയമങ്ങളിലെ അനാവശ്യമായ കടംപിടുത്തം, വിസകൾ കൂട്ടത്തോട് റദ്ദാക്കിയ നടപടികൾ, ഇവയെല്ലാം ട്രംപ് ഭരണത്തിന്റെ മുഖമുദ്രകളായി മാറി. ദേശീയ സുരക്ഷയുടെയും സാമ്പത്തിക നയത്തിന്റെയൊക്കെ പേരിൽ നടത്തിയ ഈ നീക്കങ്ങൾ അമേരിക്കയുടെ മൂല്യങ്ങളെയും ആഗോളതലത്തിലെ പ്രതിച്ഛായയുമാണ് കളങ്കപ്പെടുത്തിയത്. അമേരിക്കൻ ജനതയ്ക്കും അമേരിക്ക സ്വപ്നം കണ്ട പ്രവാസി സമൂഹത്തിനും ട്രംപ് നൽകിയത് കൈപ്പേറിയ അനുഭവങ്ങൾ മാത്രമായിരുന്നു. താരിഫ് വരുമാനം കുതിച്ചുയരുമ്പോൾ അതിന്റെ ഭാരം പേറുന്നത് അമേരിക്കയിലെ സാധാരണക്കാരും അമേരിക്കൻ കമ്പനികളും കൂടിയാണെന്നുള്ള സത്യം ട്രംപ് മറച്ചുവെച്ചു. ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് മേലുള്ള നികുതിയാണിത്. ഇതാദ്യം അടയ്ക്കുന്നത് യുഎസിലെ ഇറക്കുമതിക്കാരായ അമേരിക്കൻ കമ്പനികളാണ്. വർദ്ധിച്ച ഈ ചെലവ് നികത്താൻ കമ്പനികൾ ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിക്കുമ്പോൾ താരിഫിന്റെ ആഘാതം നേരിട്ട് സാധാരണ ഉപഭോക്താക്കളിലേക്ക് എത്തുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് എന്ന മുദ്രാവാക്യം യഥാർത്ഥത്തിൽ സ്വന്തം ജനതയുടെയും ആഗോള വിപണിയുടെയും നട്ടലൊടിക്കുന്ന ഒരു വികലമായ സാമ്പത്തിക നയം തന്നെയായിരുന്നു. അന്യായമായ ഇരട്ടി തീരുവ ചുമത്തിയിട്ടും ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിയിൽ വർധനവുണ്ടാകുന്നത് ട്രംപിന്റെ താരിഫ് ഭീഷണികൾക്ക് മുന്നിൽ ഇന്ത്യ മുട്ടുമടക്കില്ല എന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. അതെ,
ട്രംപ് താരിഫ് വർദ്ധിപ്പിച്ചപ്പോൾ ഇന്ത്യ മറ്റു വിപണികൾ കണ്ടുപിടിച്ചു. യൂറോപ്യൻ യൂണിയനും ആഫ്രിക്ക പോലുള്ള വിപണികളിലേക്ക് ഇന്ത്യയുടെ ശൃംഖലയെ വിപുലീകരിച്ചു. അല്ലാതെ അമേരിക്കയുടെ താരിഫിൽ പേടിച്ച് മുട്ടിടിച്ച് വീണില്ല. സ്മാർട്ട് ഫോൺ, ഫാർമ മേഖലകളിലെ ഇന്ത്യയുടെ കുതിപ്പ് ട്രംപിന്റെ പ്രതികാര രാഷ്ട്രീയത്തിനുള്ള ശക്തമായ മറുപടി കൂടിയാണ്. അവസാനമായി ഒന്ന് മാത്രമേ പറയുന്നുള്ളൂ, അമേരിക്കയുടെ താരിഫ് ഇന്ത്യക്ക് ഏറ്റിട്ടില്ല. ഇന്ത്യൻ വിപണിയെ അങ്ങനെ പിടിച്ചുകെട്ടാൻ അമേരിക്കയ്ക്കാവില്ല. ഇന്ത്യ കൂടുതൽ മുന്നോട്ട് പോവുകയേ ഉള്ളൂ. എന്തായാലും ട്രംപിന്റെ നയങ്ങൾ അമേരിക്കൻ ജനതയ്ക്ക് തന്നെ തിരിച്ചടിയായിരിക്കുകയാണ്.